നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പരീക്ഷണത്തിന്റെ കഥയിലേക്കാണ്. 1951 നടന്നൊരു സംഭവം. ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് നിന്ന് നടത്തിയ, ലോകം മൊത്തം ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞൊരു വലിയ സാഹസം. അതെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ കഥ. വാ, നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ വർഷം 1951. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. വിഭജനത്തിന്റെ മുറിവുകളൊക്കെ അപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്നു. രാജ്യത്തെവിടെ നോക്കിയാലും ദാരിദ്ര്യം, നിരക്ഷരത, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥ. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു തീരുമാനമെടുക്കുന്നത്. രാജ്യത്തെ എല്ലാവർക്കും സ്ത്രീ-പുരുഷ ഭേദമില്ലാതെ, ജാതി-മത വ്യത്യാസമില്ലാതെ വോട്ടവകാശം നൽകി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് വട്ടായിട്ടാണ് തോന്നിയത്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയല്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ചൂതാട്ടം, ഒരു ഗ്യാമ്പിൾ. അതാണ് അവർ കണ്ടത്. അന്നത്തെ ഫോറിൻ പ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസികത എന്നായിരുന്നു. കേൾക്കുമ്പോൾ നല്ലൊരു വാക്കാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഇത് ശരിക്കും ഒരു അഭിനന്ദനമൊന്നുമായിരുന്നില്ല. ഇതൊരു തരം കളിയാക്കലായിരുന്നു. ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന, പല ഭാഷയും സംസ്കാരവുമുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ പറ്റുമോ എന്നൊരു പുച്ഛം. അതാണ് ആ വാക്കുകൾക്ക് പിന്നിലുണ്ടായിരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഇത് നടക്കില്ല, ഇത് പൊളിയും എന്നുറപ്പിച്ചു പറഞ്ഞത്? കാരണം ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്നത് വെറുമൊരു എലക്ഷനായിരുന്നില്ല. അതൊരു ഹിമാലയം പോലത്തെ വെല്ലുവിളികളുടെ ഒരു നിര തന്നെയായിരുന്നു. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം, എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികളെന്ന്. ദേ, ഇതാണ് ആദ്യത്തെ ചലഞ്ച്. ഈ നമ്പറൊന്ന് നോക്കിയേ, 17.6 കോടി. അത്രയും വോട്ടർമാരുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരിൽ മിക്കവരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോട്ടെന്ന് കേൾക്കുന്നത് പോലും. അപ്പോൾ ഇത്രയും പേരെ കണ്ടെത്തി ഒരു വോട്ടർ ലിസ്റ്റിൽ ചേർക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭ്രാന്തൻ പണിയായിരുന്നു. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന ഒരു കണക്കുണ്ട്. ഈ 17.6 കോടി ജനങ്ങളുണ്ടല്ലോ, അതില് 85% പേർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, 85%. സ്ഥാനാർത്ഥിയുടെ പേര് പോയിട്ട് സ്വന്തം പേരുപോലും എഴുതാൻ അറിയാത്ത കോടിക്കണക്കിന് ആളുകൾ. അവരെങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യുക? ഇതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല കേട്ടോ. ലോജിസ്റ്റിക്സ് ഒരു വലിയ തലവേദനയായിരുന്നു. ഹിമാലയത്തിലെ മഞ്ഞുമലകൾ മുതൽ ഇങ്ങ് തെക്ക് ഇടതൂർന്ന കാടുകൾ വരെ പോളിംഗ് ബൂത്തുകൾ ഉണ്ടാക്കണം. ലക്ഷക്കണക്കിന് ബാലറ്റ് പെട്ടികൾ വേണം, സ്റ്റാമ്പ് വേണം. പക്ഷേ ഇതൊന്നും വാങ്ങാൻ കയ്യിൽ പണമില്ല. ഇതിൻ്റെ എല്ലാം കൂടെ ചില സാമൂഹ്യ പ്രശ്നങ്ങളും. ഉദാഹരണത്തിന്, പല സ്ത്രീകളും സ്വന്തം പേര് പറയാൻ പോലും തയ്യാറായിരുന്നില്ല. പകരം അയാളുടെ അമ്മ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളവരെ എങ്ങനെ വോട്ടർ പട്ടികയിൽ ചേർക്കും? ശരിക്കും ഒരു പേടിസ്വപ്നം തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ കണ്ടിട്ട് പുറം ലോകം എന്ത് വിചാരിച്ചു കാണും? അവർ ഇന്ത്യയെ അങ്ങ് എഴുതിത്തള്ളി. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അവർ ഏകദേശം ഉറപ്പിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ലോകത്ത് പൊതുവെയുള്ളൊരു ചിന്താഗതി ഇങ്ങനെയായിരുന്നു. ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് പണവും വിദ്യാഭ്യാസവുമുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് മാത്രം പറ്റിയ ഒന്നാണ്. ഇന്ത്യയെപ്പോലെ പട്ടിണിപ്പാവങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്തിന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. അതൊരു ആഡംബരമാണെന്നായിരുന്നു അവരുടെയൊക്കെ ഒരു വിശ്വാസം. ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ പറഞ്ഞൊരു വാചകമുണ്ട്. അത് കേട്ടാൽ അന്നത്തെ അവരുടെ മനോഭാവം ശരിക്കും മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് വോട്ടവകാശം കൊടുക്കുന്നത് വായിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ ഒരു പുസ്തകം കൊടുക്കുന്നത് പോലെയാണ്. അതായത്, വിശക്കുന്നവന് വേണ്ടത് വോട്ടല്ല, ഭക്ഷണമാണ്. ഇന്ത്യ കാണിക്കുന്നത് വെറും വിഡ്ഢിത്തമാണ് എന്നവർ പരസ്യമായി തന്നെ പറഞ്ഞു നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവചനവും വളരെ ക്ലിയർ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പല കഷ്ണങ്ങളായി ചിതറിപ്പോകും. അവസാനം ഈ ജനാധിപത്യ നാടകമൊക്കെ നിർത്തി രാജ്യം ഏതെങ്കിലും ഒരു ഏകാധിപതിയുടെ കയ്യിലേക്ക് പോകും. ഇതായിരുന്നു ലോകം ഇന്ത്യക്ക് വിധിയെഴുതിയ ഭാവി. പക്ഷേ ഈ കളിയാക്കലുകൾക്കും പ്രവചനങ്ങൾക്കുമൊക്കെ മറുപടി കൊടുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ എന്ന ജീനിയസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഈ അസാധ്യമായ ദൗത്യം ഏറ്റെടുത്തു. അവർ മുന്നോട്ടുവെച്ച ഐഡിയകൾ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തതായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: എഴുത്തും വായനയും അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങളെ എങ്ങനെ വോട്ട് ചെയ്യിക്കും? സ്ഥാനാർത്ഥിയുടെ പേര് വായിക്കാൻ പോലും പറ്റാത്ത ഒരാൾ എങ്ങനെ തനിക്ക് വേണ്ട ആളെ തെരഞ്ഞെടുക്കും, അല്ലേ? അതിനവർ കണ്ടെത്തിയ സൊല്യൂഷൻ സിമ്പിൾ ബട്ട് ജീനിയസ്: തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ. ഓരോ പാർട്ടിക്കും ഓരോ സ്ഥാനാർത്ഥിക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഓരോ സിമ്പൽ കൊടുത്തു. കൈപ്പത്തി, താമര, അരിവാൾ ചുറ്റിക നക്ഷത്രം, അങ്ങനെ. പോളിംഗ് ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി ഓരോ ബാലറ്റ് പെട്ടി വയ്ക്കും. അതിനു മുകളിൽ അവരുടെ ചിഹ്നമുണ്ടാകും. വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ: കയ്യിലുള്ള ബാലറ്റ് പേപ്പർ എടുത്ത് തനിക്കിഷ്ടമുള്ള ചിഹ്നമുള്ള പെട്ടിയിലിടുക. കഴിഞ്ഞു. എന്ത് സിമ്പിളാണല്ലേ? പക്ഷെ എത്ര പവർഫുള്ളായിരുന്നു ആ ഐഡിയ! ഇനി കള്ളവോട്ട്. അതായിരുന്നല്ലോ അടുത്ത വലിയ പ്രശ്നം.
അതിനും ഇന്ത്യ ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചു. മായ്ക്കാൻ പറ്റാത്ത മഷി, അഥവാ ഇൻഡെലിബിൾ ഇങ്ക്. മൈസൂർ ലാക്സ് ആൻഡ് പെയിന്റ്സ് ലിമിറ്റഡ് ഉണ്ടാക്കിയെടുത്ത ഈ പ്രത്യേക മഷി വോട്ട് ചെയ്ത ആളുടെ വിരലിൽ പുരട്ടും. അതോടെ പിന്നെ വേറൊരു ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ഈ വിദ്യ ലോകത്തിന് ഇന്ത്യ കൊടുത്തൊരു വലിയ സംഭാവനയാണ്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സംശയങ്ങളെയും വെല്ലുവിളികളെയുമൊക്കെ പുതിയ ഐഡിയകൾ കൊണ്ട് നേരിട്ട് ഇന്ത്യ ആ ചരിത്ര ദിവസത്തിലേക്ക് കടന്നു. ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്നു. ഈ വലിയ ചൂതാട്ടത്തിന്റെ അവസാനം എന്താകും? ഇന്ത്യ ജയിക്കുമോ തോൽക്കുമോ? ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ലോകം ശരിക്കും ഞെട്ടിപ്പോയി. അതൊരു ഗംഭീര വിജയമായിരുന്നു. ഇന്ത്യ തോൽക്കും, ഇന്ത്യ തകർന്നുപോകും എന്നൊക്കെ പ്രവചിച്ചവരുടെയെല്ലാം വായടഞ്ഞു. അവർക്ക് മുന്നിൽ ഇന്ത്യ ലോകത്തിന് ജനാധിപത്യത്തിന്റെ ഒരു പുതിയ മാതൃക കാണിച്ചു തന്നു എന്ന സത്യം തലയുയർത്തി നിന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ വെറുതെ വിമർശകരെ തോൽപ്പിക്കുകയല്ല ചെയ്തത്. അവരെക്കൊണ്ടുതന്നെ ഇന്ത്യയെപ്പറ്റി നല്ലത് പറയിപ്പിച്ചു. ഇന്ത്യയെ കളിയാക്കിയ അതേ വിദേശ മാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ എഴുതി: ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ഒരു പുതിയ വഴി ഇന്ത്യ തുറന്നിട്ടിരിക്കുന്നു എന്ന്. അതായിരുന്നു യഥാർത്ഥ വിജയം. ആ വലിയ വിജയത്തിന്റെ അടിത്തറയിലാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതിന്റെ ആദ്യത്തെയും ഒരുപക്ഷേ ഏറ്റവും വലുതുമായ പരീക്ഷണത്തെ അതിജീവിച്ച ആ അവിശ്വസനീയമായ കഥ, അതിന്റെ പ്രാധാന്യം നമ്മളിന്ന് എത്രത്തോളം ഓർക്കുന്നുണ്ട്? ഒന്നാലോചിച്ചു നോക്കാവുന്നതാണ്.